ശാന്തി 11/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, യോഗം അഗ്നിക്ക് സമാനമാണ്. അതിൽ നിങ്ങളുടെ പാപം കത്തിപ്പോകുന്നു. ആത്മാവ് സദോ പ്രധാനമാകുന്നു. അതിനാൽ ഒരു ബാബയുടെ ഓർമ്മയിൽ അഥവാ യോഗത്തിൽ ഇരിക്കൂ. ചോദ്യം: പുണ്യ ആത്മാവായി മാറുന്ന കുട്ടികൾ ഏതൊരു കാര്യത്തിൻ്റെ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്? ഉത്തരം: ധനം ആർക്കാണ് ദാനം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. അഥവാ ആർക്കെങ്കിലും പൈസ കൊടുക്കുകയും അവർ പോയി മദ്യമോ മറ്റോ കുടിക്കുകയും മോശമായ കർമ്മം ചെയ്യുകയും ചെയ്തു എങ്കിൽ അതിൻ്റെ പാപം നിങ്ങളുടെ മേൽ വരും. നിങ്ങൾക്ക് പാപാത്മാക്കളുമായി ഇപ്പോൾ കൊടുക്കൽ വാങ്ങൽ നടത്തേണ്ടതില്ല. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യ ആത്മാവ് ആകേണ്ടതുണ്ട്. ഗീതം: അവൻ നമ്മളിൽ നിന്നും വേർപിരിയുകയില്ല. ഓം ശാന്തി. ഇതിനെ പറയുന്നത് ഓർമ്മയുടെ അഗ്നി എന്നാണ്. യോഗ അഗ്നി എന്നാൽ ഓർമ്മയുടെ അഗ്നി. അഗ്നി എന്ന വാക്ക് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? കാരണം ഇതിൽ പാപം കത്തിപ്പോകുന്നു. എങ്ങനെ നമ്മൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നു എന്നത് കേവലം നിങ്ങൾ കുട്ടികൾ മാത്രമാണ് അറിയുന്നത്. സദോ പ്രധാനം എന്നതിൻ്റെ അർത്ഥം തന്നെ പുണ്യ ആത്മാവ് എന്നും തമോ പ്രധാനം എന്നതിൻ്റെ അർത്ഥമെന്നത് പാപാത്മാവ് എന്നാണ്. ഇയാൾ വളരെയധികം പുണ്യ ആത്മാവാണ്, ഇയാൾ പാപാത്മാവാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിലൂടെ തെളിയുന്നത് ആത്മാവ് തന്നെയാണ് സദോ പ്രധാനമാകുന്നത് എന്ന്. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് തമോ പ്രധാനമാകുന്നു. അതിനാൽ ഇതിനെ പാപാത്മാവ് എന്ന് പറയുന്നു. പതീത പാവനായ ബാബയെ വന്ന് പാവനമാത്മാവാക്കൂ എന്ന് ഇതിനാലാണ് ഓർമ്മിക്കുന്നത്. പതീത ആത്മാവാക്കിയത് ആരാണ്? ഇതാർക്കും അറിയില്ല. നിങ്ങൾ അറിയുന്നുണ്ട്. എപ്പോഴാണോ പാവന ആത്മാവുണ്ടായിരുന്നത് അപ്പോൾ അതിനെ രാമരാജ്യം എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ പതീത ആത്മാക്കളാണുള്ളത്. അതിനാൽ ഇതിനെ രാവണരാജ്യം എന്ന് പറയുന്നു. ഭാരതം തന്നെയാണ് പാവനവും ഭാരതം തന്നെയാണ് പതീതവുമാകുന്നത്. ബാബ തന്നെയാണ് വന്ന് ഭാരതത്തെ പാവനമാക്കുന്നത്. ബാക്കി എല്ലാ ആത്മാക്കളും പാവനമായി ശാന്തിധാമത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ദുഃഖധാമമാണ്. ഇത്രയും സഹജമായ കാര്യം പോലും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. എപ്പോഴാണോ ഹൃദയപൂർവ്വം മനസ്സിലാക്കുന്നത് അപ്പോഴാണ് സത്യമായ ബ്രാഹ്മണൻ ആകുന്നത്. ബ്രാഹ്മണൻ ആകാതെ ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. ഇപ്പോൾ ഇത് സംഗമയുഗത്തിലെ യജ്ഞമാണ്. യജ്ഞത്തിന് വേണ്ടി ബ്രാഹ്മണർ തീർച്ചയായും ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ ആയിരിക്കുന്നു. ഇത് മൃത്യുലോകത്തിലെ അന്തിമ യജ്ഞമാണ് എന്നതറിയുന്നുണ്ട്. മൃത്യുലോകത്തിൽ തന്നെയാണ് യജ്ഞം നടക്കുന്നത്. അമരലോകത്തിൽ യജ്ഞം നടക്കുന്നില്ല. ഭക്തരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇരിക്കുക സാധ്യമല്ല. ഭക്തി തികച്ചും വേറെയാണ്, ജ്ഞാനം വേറെയാണ്. മനുഷ്യർ പിന്നെ വേദശാസ്ത്രങ്ങളെ തന്നെയാണ് ജ്ഞാനം എന്ന് മനസ്സിലാക്കുന്നത്. അഥവാ അതിൽ ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ പിന്നെ മനുഷ്യർ തിരികെ പോയേനെ. എന്നാൽ ഡ്രാമയനുസരിച്ച് തിരികെ ആരും പോകുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആദ്യ നമ്പറിലുള്ളവർക്ക് തന്നെ സദോ രജോ തമോയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കേവലം സദോയുടെ പാർട്ട് മാത്രം അഭിനയിച്ച് എങ്ങനെയാണ് തിരികെ പോകാൻ സാധിക്കുന്നത്? അവർക്ക് പിന്നെ തമോ പ്രധാനത്തിൽ വരിക തന്നെ വേണം, പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. ഓരോ ആക്ടറിൻ്റെയും ശക്തി അവരവരുടേതായിരിക്കുമല്ലോ. വലിയ വലിയ ആക്ടേഴ്സ് എത്ര പ്രസിദ്ധരാണ്. ഏറ്റവും മുഖ്യമായ ക്രിയേറ്ററും ഡയറക്ടറും മുഖ്യ ആക്ടറും ആരാണ്? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഗോഡ് ഫാദറാണ് മുഖ്യം. പിന്നീട് ജഗദംബയും ജഗത് പിതാവും.
ജഗത്തിൻ്റെ അധികാരിയും വിശ്വത്തിൻ്റെ അധികാരിയുമാകുന്നു. ഇദ്ദേഹത്തിൻ്റെ പാർട്ട് തീർച്ചയായും ഉയർന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേതനവും ഉയർന്നതാണ്. വേതനം നൽകുന്നത് ബാബയാണ്. ആ ഒന്ന് ഏറ്റവും ഉയർന്നതാണ്. നിങ്ങൾ എന്നെ ഇത്രയും സഹായിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് വേതനവും തീർച്ചയായും ഇത്രയും ലഭിക്കും എന്ന് പറയുന്നു. ബാരിസ്റ്റർ പഠിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും ഉയർന്ന പദവി പ്രാപ്തമാക്കിക്കുകയാണ് എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ പഠനത്തിൽ കുട്ടികൾ എത്ര അറ്റൻഷൻ നൽകേണ്ടതാണ്? ഗൃഹസ്ഥത്തിലും കഴിയണം. കർമ്മയോഗ സന്യാസമാണല്ലോ. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ സർവ്വതും ചെയ്തുകൊണ്ടും ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരു പ്രയാസവുമില്ല. കാര്യവ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ടും ശിവ് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. നോളജ് വളരെ സഹജമാണ്. ഹേ പതീത പാവന വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് പാടുകയും ചെയ്യുന്നു. പാവന ലോകത്തിലാണ് രാജധാനി. ബാബ ആ രാജധാനിയുടെയും യോഗ്യരാക്കി മാറ്റുന്നു. ഈ ജ്ഞാനത്തിൻ്റെ മുഖ്യ 2 സബ്ജക്റ്റാണ് അൽഫും ബേയും, ബാബയും സമ്പത്തും. സ്വദർശന ചക്രധാരിയാകൂ, ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങൾ എവർ ഹെൽത്തിയും വെൽത്തിയും ആകും. ബാബ പറയുന്നു, എന്നെ അവിടെ ഓർമ്മിക്കൂ, വീടിനെയും ഓർമ്മിക്കൂ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ വീട്ടിലേക്ക് പോകും. സ്വദർശന ചക്രധാരി ആകുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകും. ഇത് ബുദ്ധിയിൽ നല്ല രീതിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ സമയത്താണെങ്കിൽ എല്ലാവരും തമോ പ്രധാനമാണ്. സുഖധാമത്തിൽ സുഖം, ശാന്തി, സമ്പത്ത് എല്ലാം ലഭിക്കുന്നു. അവിടെ ഒരു ധർമ്മമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, ഓരോ വീട്ടിലും അശാന്തിയാണ്. സ്റ്റുഡൻസിനെ നോക്കൂ, എത്ര കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. തൻ്റെ ന്യൂ ബ്ലഡ് കാണിക്കുന്നു. ഇത് തമോ പ്രധാന ലോകമാണ്. സത്യുഗം പുതിയ ലോകമാണ്. ബാബ സംഗമത്തിൽ വന്നിരിക്കുകയാണ്. മഹാഭാരത യുദ്ധവും സംഗമത്തിൻ്റേത് തന്നെയാണ്. ഇപ്പോൾ ഈ ലോകം മാറേണ്ടതുണ്ട്. ബാബയും പറയുന്നു, ഞാൻ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ സംഗമത്തിൽ വരുന്നു. ഇതിനെ തന്നെയാണ് പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത്. പുരുഷോത്തമ മാസവും പുരുഷോത്തമ സംവത്സരവും ആഘോഷിക്കുന്നു. എന്നാൽ ഈ പുരുഷോത്തമ സംഗമത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. സംഗമത്തിൽ തന്നെയാണ് ബാബ വന്ന് നിങ്ങളെ വജ്രതുല്യം ആക്കുന്നത്. പിന്നെ ഇതിലും നമ്പർ വൈസ് തന്നെയാണ്. വജ്രതുല്യമായവർ രാജാവായി മാറുന്നു. പിന്നെ സ്വർണതുല്യമായവർ പ്രജയാകുന്നു. കുട്ടികൾ ജന്മമെടുത്തു, സമ്പത്തിൻ്റെ അവകാശിയാവുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പാവന ലോകത്തിൻ്റെ അവകാശിയാകുന്നു. പിന്നെ അതിൽ ഉയർന്ന പദവി നേടുന്നതിനായി പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഈ സമയത്തെ നിങ്ങളുടെ പുരുഷാർത്ഥം കൽപ്പകൽപ്പങ്ങളിലെ പുരുഷാർത്ഥം ആകും. ഇവർ കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ തന്നെ പുരുഷാർത്ഥം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ പുരുഷാർത്ഥം ഉണ്ടാവുകയേയില്ല. ജന്മജന്മാന്തരങ്ങളിലും കൽപ്പകൽപ്പാന്തരങ്ങളിലും ഇവർ പ്രജയിൽ തന്നെ വരും. ഇവർ ധനികരായ പ്രജകളിൽ ദാസദാസിമാരാകും. നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. പഠനത്തിൻ്റെ ആധാരത്തിലൂടെ എല്ലാം അറിയാൻ കഴിയുന്നു. ബാബയ്ക്ക് ഉടൻ പറയാൻ സാധിക്കും, ഈ അവസ്ഥയിൽ നാളെ നിങ്ങളുടെ ശരീരം വെടിയുകയാണെങ്കിൽ എന്താകും എന്ന്. ദിനം പ്രതിദിനം സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അഥവാ ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ പഠിക്കാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ബുദ്ധിയിൽ വരും. ശിവ് ബാബയെ ഓർമ്മിക്കും. ചെറിയ കുട്ടികളെയും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ശിവ് ബാബ, ശിവ് ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കും അല്പം ലഭിച്ചേക്കും. ചെറിയ കുട്ടി മഹാത്മാവിനെ പോലെയാണ്. വികാരങ്ങളുടെ അറിവില്ല. എത്രത്തോളം വലുതായിക്കൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വികാരങ്ങളുടെ പ്രഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കും.
ക്രോധം ഉണ്ടാകും, മോഹം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ലോകത്തിൽ ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അതിനോട് മമത്വം ഇല്ലാതാക്കണം. ആത്മാവിന് അറിയാം, ഇതെല്ലാം ശ്മശാനത്തിൽ പ്രവേശിക്കപ്പെടേണ്ടതുണ്ട്. തമോ പ്രധാന വസ്തുക്കളാണ്. മനുഷ്യർ മരിക്കുമ്പോൾ പഴയ വസ്തുക്കൾ കർണീഘോരന് നൽകുന്നു. ബാബയാണെങ്കിൽ പിന്നെ പരിധിയില്ലാത്ത കർണീഘോരനാണ്, അലക്കുകാരനുമാണ്. നിങ്ങളിൽ നിന്നും വാങ്ങുന്നതെന്ത്, നൽകുന്നതെന്ത്? നിങ്ങൾ എന്തെല്ലാം അല്പം ധനമായാലും നൽകുന്നുവോ അത് ഇല്ലാതാവുക തന്നെ വേണം. എന്നിരുന്നാലും ബാബ പറയുന്നു, ഈ ധനം തൻ്റെ പക്കൽ വെച്ചുകൊള്ളൂ. കേവലം ഇതിനോടുള്ള മമത്വം ഇല്ലാതാക്കൂ. കണക്ക് ബാബയ്ക്ക് നൽകിക്കൊണ്ടിരിക്കൂ. പിന്നെ ഡയറക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഈ കക്കയ്ക്ക് തുല്യമായവ എന്തെല്ലാം ഉണ്ടോ അത് യൂണിവേഴ്സിറ്റിയിലും ഹോസ്പിറ്റലിലും ഹെൽത്തിനും വെൽത്തിനും വേണ്ടി വിനിയോഗിക്കൂ. ഹോസ്പിറ്റൽ ഉള്ളത് രോഗികൾക്ക് വേണ്ടിയാണ്. യൂണിവേഴ്സിറ്റി ഉള്ളത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് കോളേജും ഹോസ്പിറ്റലും രണ്ടും ഒരുമിച്ചാണ്. ഇതിനു വേണ്ടി കേവലം 3 അടി ഭൂമിയാണ് വേണ്ടത്. ആരുടെ പക്കൽ മറ്റൊന്നുമില്ലയോ അവർക്ക് കേവലം 3 അടി ഭൂമി നൽകാവുന്നതാണ്. അതിൽ ക്ലാസ് സംഘടിപ്പിക്കണം. 3 അടി ഭൂമിയുടേത് കേവലം ഇരിക്കുന്നതിനുള്ള സ്ഥലമായല്ലോ. ഇരിപ്പിടം 3 അടിയുടേത് തന്നെയായിരിക്കും. 3 അടി ഭൂമിയിൽ ആര് വന്നാലും നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം പോകും. ആരെങ്കിലും വന്നു ഇരിപ്പിടത്തിൽ ഇരുത്തി ബാബയുടെ പരിചയം നൽകി. ബാഡ്ജസും ധാരാളം ഉണ്ടാക്കിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസിനു വേണ്ടി. ഇത് വളരെ സിമ്പിളാണ്. ചിത്രങ്ങളും നല്ലതാണ്. പൂർണ്ണമായും എഴുതിയിട്ടുമുണ്ട്. ഇതിലൂടെ നിങ്ങളുടെ വളരെയധികം സർവീസ് നടക്കും. ദിനം പ്രതിദിനം എത്ര ആപത്തുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യർക്കും വൈരാഗ്യം വരും. ബാബയെ ഓർമ്മിക്കുവാൻ തുടങ്ങും. ഞാൻ ആത്മാവ് അവിനാശിയാണ്. എൻ്റെ അവിനാശി പിതാവിനെ ഓർമ്മിക്കട്ടെ. ബാബ സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇറങ്ങട്ടെ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയോട് പൂർണ്ണ സ്നേഹം വയ്ക്കണം. ദേഹാഭിമാനത്തിൽ വരരുത്. പിന്നെ പുറമേയുള്ള സ്നേഹം കുട്ടികളോടും മറ്റും വെച്ചുകൊള്ളൂ. എന്നാൽ ആത്മാവിൻ്റെ സത്യമായ സ്നേഹം ആത്മീയ പിതാവിനോടാകണം. ആ ഒന്നിൻ്റെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. മിത്രസംബന്ധികളെയും കുട്ടികളെയും മറ്റും കാണുമ്പോഴും ബുദ്ധി ബാബയുടെ ഓർമ്മയിൽ തൂങ്ങിക്കിടക്കട്ടെ. കുട്ടികളായ നിങ്ങൾ ഓർമ്മയുടെ തൂക്കിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ്. ആത്മാവിന് തൻ്റെ പിതാവായ പരമാത്മാവിനെ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബുദ്ധി മുകളിൽ തൂങ്ങിക്കിടക്കട്ടെ. ബാബയുടെ വീടും മുകളിലാണല്ലോ. മൂലവതനം, സൂക്ഷ്മവതനം, ഇതാണ് സ്ഥൂലവതനം. ഇപ്പോൾ പിന്നെ തിരികെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ യാത്ര പൂർത്തിയായി. ഇപ്പോൾ നിങ്ങൾ യാത്രയിൽ നിന്നും മടങ്ങുകയാണ്. തൻ്റെ വീട് എത്ര പ്രിയമായി തോന്നുന്നു. അത് പരിധിയില്ലാത്ത വീടാണ്. തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. മനുഷ്യർ ഭക്തി ചെയ്യുന്നു വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി. എന്നാൽ ജ്ഞാനം പൂർണ്ണമായും ഇല്ല. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ അടുക്കൽ പോകുന്നതിനായി അഥവാ നിർവാണധാമത്തിൽ പോകുന്നതിനായി എത്ര തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നു, പ്രയത്നിക്കുന്നു. സന്യാസിമാർ കേവലം ശാന്തിക്കുള്ള വഴി മാത്രമാണ് പറയുന്നത്. സുഖധാമത്തെ അറിയുന്നതേയില്ല. സുഖധാമത്തിൻ്റെ വഴി കേവലം ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ആദ്യം തീർച്ചയായും നിർവാണധാമത്തിൽ അഥവാ വാനപ്രസ്ഥത്തിൽ പോകേണ്ടതുണ്ട്. അതിനെ ബ്രഹ്മാണ്ഡം എന്നും പറയുന്നു. അവർ പിന്നെ ബ്രഹ്മത്തെ ഈശ്വരനായി മനസ്സിലാക്കിയിരിക്കുന്നു.
ഞാൻ ആത്മാവ് ബിന്ദുവാണ്. നമ്മുടെ വാസസ്ഥാനമാണ് ബ്രഹ്മാണ്ടം. നിങ്ങളുടെയും പൂജ ഉണ്ടാക്കുന്നുവല്ലോ. ഇപ്പോൾ ബിന്ദുവിൻ്റെ പൂജ എങ്ങനെ ചെയ്യും? എപ്പോഴാണോ പൂജ ചെയ്യുന്നത് അപ്പോൾ സാലിഗ്രാം ഉണ്ടാക്കി ഓരോരോ ആത്മാവിനെയും പൂജിക്കുന്നു. ബിന്ദുവിൻ്റെ പൂജ എങ്ങനെ ഉണ്ടാകും? അതിനാൽ വലിയത് ഉണ്ടാക്കുന്നു. ബാബയ്ക്കും തൻ്റേതായ ശരീരമില്ല. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ചിത്രങ്ങളിലും നിങ്ങൾക്ക് വലിയ രൂപം കാണിക്കേണ്ടി വരും. ബിന്ദുവിലൂടെ എങ്ങനെ മനസ്സിലാക്കും? പൊതുവെ ഉണ്ടാക്കേണ്ടത് സ്റ്റാറാണ്. ഇങ്ങനെയുള്ള വളരെയധികം തിലകവും മാതാക്കൾ അണിയുന്നു. വെള്ള നിറത്തിലുള്ളത് തയ്യാറായത് ലഭിക്കുന്നു. ആത്മാവും വെള്ളയാണല്ലോ, സ്റ്റാർ പോലെയാണ്. ഇതും ഒരു അടയാളമാണ്. ഭൃഗുടിയുടെ മധ്യത്തിൽ ആത്മാവ് വസിക്കുന്നു. പിന്നെ അർത്ഥം ആർക്കും അറിയുകയില്ല. ഇത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇത്രയും ചെറിയ ആത്മാവിൽ എത്ര ജ്ഞാനമുണ്ട്. ഇത്രയും ബോംബുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വണ്ടറാണ്. ആത്മാവിൽ ഇത്രയും പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. ഇത്രയും ചെറിയ ആത്മാവ് ശരീരത്തിലൂടെ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. ആത്മാവ് അവിനാശിയാണ്. അതിൻ്റെ പാർട്ട് ഒരിക്കലും വിനാശമാകുന്നില്ല. ആക്ട് മാറുന്നില്ല. ഇപ്പോൾ വളരെ വലിയ വൃക്ഷമാണ്. സത്യയുഗത്തിൽ എത്ര ചെറിയ വൃക്ഷമായിരിക്കും? പഴയത് ഉണ്ടായിരിക്കുകയില്ല. മധുരമായ ചെറിയ വൃക്ഷത്തിൻ്റെ തൈ ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പതീതമായി മാറിയിരുന്നു. ഇപ്പോൾ വീണ്ടും പാവനമായി കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ആത്മാവിൽ എത്ര പാർട്ടാണുള്ളത്? ഇത് പ്രകൃതിയാ ഉള്ളതാണ്. അവിനാശി പാർട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരിക്കലും നിലയ്ക്കുന്നില്ല. അവിനാശി വസ്തുവാണ്. അതിൽ അവിനാശി പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് വണ്ടറാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ, ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതിലാണ് പ്രയത്നം. കൂടുതൽ പാർട്ട് നിങ്ങളുടേതാണ്. ബാബയ്ക്ക് നിങ്ങളുടെ അത്രയും പാർട്ടില്ല. ബാബ പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൽ സുഖിയായി മാറുന്നു. അപ്പോൾ ഞാൻ വിശ്രമത്തിൽ ഇരിക്കുന്നു. എനിക്ക് പാർട്ടൊന്നുമില്ല. ഈ സമയത്ത് ഇത്രയും സർവീസ് ചെയ്യുന്നുവല്ലോ. ഈ നോളജ് ഇത്രയും വണ്ടർഫുള്ളാണ്. നിങ്ങളല്ലാതെ ആരും അല്പം പോലും അറിയുന്നില്ല. ബാബയുടെ ഓർമ്മയിലിരിക്കാതെ ധാരണയും ഉണ്ടാവുകയില്ല. ആഹാരപാനീയങ്ങളുടെയും മറ്റും വ്യത്യാസം ഉണ്ടാകുന്നതിലൂടെ ധാരണയിൽ വ്യത്യാസമുണ്ടാകുന്നു. ഇതിൽ വളരെ നല്ല പ്യൂരിറ്റി ആവശ്യമാണ്. ബാബയെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. ബാബയെ ഓർമ്മിക്കണം, സമ്പത്തും നേടണം. അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തൻ്റെ പക്കലും ചിത്രങ്ങൾ വയ്ക്കൂ. യോഗത്തിൻ്റെയും സമ്പത്തിൻ്റെയും ചിത്രം ഉണ്ടാക്കൂ. അപ്പോൾ ലഹരി നിലനിൽക്കും. നമ്മൾ ബ്രാഹ്മണർ തന്നെ ദേവത ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ദേവതയിൽ നിന്നും ക്ഷത്രിയനാകും. ബ്രാഹ്മണർ പുരുഷോത്തമ സംഗമയുഗിയാണ്. നിങ്ങൾ പുരുഷോത്തമരാകുന്നുവല്ലോ. മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ ബുദ്ധിയിൽ ഇരുത്തുന്നതിനായി എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു. ദിനം പ്രതിദിനം എത്രത്തോളം നോളജ് മനസ്സിലാക്കുന്നുവോ അപ്പോൾ സന്തോഷവും വർദ്ധിക്കും. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ നമ്മുടെ വളരെയധികം മംഗളം ചെയ്യുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നമ്മുടെ കയറുന്ന കലയുണ്ടാകുന്നു. ഇവിടെ ഇരിക്കവേ ശരീര നിർവഹാർത്ഥം എല്ലാം ചെയ്യേണ്ടി വരുന്നു. ബുദ്ധിയിലുണ്ടായിരിക്കണം, നമ്മൾ ശിവ് ബാബയുടെ ഭണ്ഡാരിയിൽ നിന്നാണ് കഴിക്കുന്നത്. ശിവ് ബാബയെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുമെങ്കിൽ കാലക്കേടുകളെല്ലാം അകന്നു പോകും. പിന്നെ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് പോകും. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ യാതൊന്നും വാങ്ങുന്നില്ല. ആ ഒന്ന് ദാതാവാണ്. ബാബ പറയുന്നു, എൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കൂ. നിങ്ങൾ പൈസ ആർക്കാണ് ദാനം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അഥവാ ആർക്കെങ്കിലും പൈസ കൊടുക്കുകയും
അയാൾ പോയി മദ്യവും മറ്റും കഴിക്കുകയും മോശമായ കാര്യം ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ പാപം നിങ്ങളുടെ മേൽ വന്നു ചേരും. പാപാത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തി പാപാത്മാവായി മാറുന്നു. പാപാത്മാവുമായി കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിലൂടെ പാപാത്മാവായി മാറുന്നു. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യാത്മാവാകേണ്ടതുണ്ട്. അതിനാൽ പാപാത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തരുത്. ബാബ പറയുന്നു, ആർക്കും ദുഃഖം നൽകരുത്, ആരിലും മോഹം വയ്ക്കരുത്. ബാബയും സാക്രീൻ ആയി വരുന്നു. പഴയ കക്ക തുല്യമായത് വാങ്ങുന്നു. നൽകുന്നത് നോക്കൂ, എത്ര പലിശയാണ്! വളരെ വലിയ പലിശ ലഭിക്കുന്നു. എത്ര നിഷ്കളങ്കമാണ്! 2 പിടിക്ക് പകരം കൊട്ടാരം നൽകുന്നു. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ യാത്ര പൂർത്തിയായി. തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യം വച്ച് ബുദ്ധിയോഗം ബാബയുടെ ഓർമ്മയിൽ മുകളിൽ തൂക്കിയിടണം. സംഗമയുഗത്തിൽ ബാബ ഏതൊരു യജ്ഞം രചിച്ചുവോ ഈ യജ്ഞം സംരക്ഷിക്കുന്നതിന് വേണ്ടി സത്യസത്യമായ പവിത്ര ബ്രാഹ്മണൻ ആകണം. കാര്യവ്യവഹാരങ്ങൾ ചെയ്തും ബാബയുടെ ഓർമ്മയിലിരിക്കണം. വരദാനം. ആദിരത്നമാണെന്ന സ്മൃതിയിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം അറിയുന്ന സദാ സമർത്ഥരായി ഭവിക്കട്ടെ. ഇതുപോലെ ബ്രഹ്മാവ് ആദിദേവനാണ്. അതേപോലെ കുമാരിമാരും ആദിരത്നമാണ്. ആദിദേവൻ്റെ കുട്ടികൾ മാസ്റ്റർ ആദിദേവനാണ്. ആദിരത്നമായി മനസ്സിലാക്കുന്നതിലൂടെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യത്തെ അറിയാൻ സാധിക്കുന്നത്. കാരണം ആദിരത്നം എന്നാൽ പ്രഭുവിൻ്റെ രത്നം, ഈശ്വരീയ രത്നം. അപ്പോൾ എത്ര വാല്യൂ ആയി! അതിനാൽ സദാ സ്വയം ആദിദേവൻ്റെ കുട്ടികളായ മാസ്റ്റർ ആദിദേവനായും ആദിരത്നമായും മനസ്സിലാക്കി ഓരോ കാര്യവും ചെയ്യൂ. അപ്പോൾ സമർത്ഥ ഭവ എന്ന വരദാനം ലഭിക്കും. ഒന്നും വ്യർത്ഥമായി പോവുക സാധ്യമല്ല. സ്ലോഗൻ. ആരാണോ ചതിക്കപ്പെടുന്നതിന് മുമ്പേ തിരിച്ചറിഞ്ഞ് സ്വയം തന്നെ രക്ഷിക്കുന്നത് അവരാണ് ജ്ഞാനി ആത്മാവ്. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഇപ്പോൾ സേവനങ്ങളിൽ സകാശ് നൽകി ബുദ്ധികളെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ സേവനം ആഡ് ചെയ്യൂ. പിന്നെ നോക്കൂ, സഫലത താങ്കളുടെ മുന്നിൽ സ്വയം കുനിയും. സേവനത്തിൽ ഏത് വിഘ്നം വരുന്നുവോ ആ വിഘ്നങ്ങളുടെ പർദ്ദയ്ക്കുള്ളിൽ മംഗളത്തിൻ്റെ ദൃശ്യം മറഞ്ഞിരിക്കുകയാണ്. കേവലം മനസ്സിൻ്റെയും വാക്കിൻ്റെയും ശക്തി കൊണ്ട് വിഘ്നത്തിൻ്റെ തിരശീല മാറ്റൂ. അപ്പോൾ ഉള്ളിൽ മംഗളത്തിൻ്റെ ദൃശ്യം കാണപ്പെടും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സദ്ഗുരുവായ ബാബയിൽ നിന്നും സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ എന്ന വരദാനം ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആത്മസ്മൃതിയുടെ തിലകധാരിയായി മാറും. ഈ ആത്മസ്വരൂപ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശബ്ദത്തിനുപരി ശാന്ത സ്വരൂപ അവസ്ഥ എനിക്ക് പ്രാപ്തമാകുന്നു.
സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടാകും. ഇപ്പോൾ ഞാൻ പരമാത്മാ സ്മൃതിയുടെ തിലകം അണിയുകയാണ്. പരമധാമത്തിലെ പരമജ്യോതിയായി ബാബയുടെ സ്മൃതി സ്വരൂപമാകുന്നു. എൻ്റെ അനാദി സ്വീറ്റ് സൈലൻസ് സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമാകുമ്പോൾ എന്നിൽ ശക്തികൾ ഉണർന്നു വരുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വിശേഷ ശക്തികൾ എന്നെ പരമാർത്ഥ മാർഗത്തിൽ വിഘ്നവിനാശകനാക്കി മാറ്റും. ഈ സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ എനിക്ക് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയപ്പെട്ടും ഇരിക്കുവാൻ സാധിക്കും. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വിശേഷ ആത്മാവായ ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിക്കുന്നു.